പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. വൈകിട്ട് രാത് കോളേജ് കഴിഞ്ഞ് പെയിൻ ഗസ്റ്റായി താമസിക്കുന്ന വീട്ടിലെത്തിയതും പരിചയമില്ലാത്ത കാറും ചെരുപ്പും കണ്ടതും സംശയത്തോടുള്ളിലേക്ക് നടന്നു. അയ്യോ ആന്റി, ഇത് എന്തു പറ്റി? ഹാളിലെ സെറ്റിയിൽ കാലിൽ ബാൻഡേജ് ചെയ്തിരിക്കുന്ന അവിടുത്തെ ആന്റിയെ കണ്ട് അവൾ ചോദിച്ചു. ഒന്നുമില്ല കുട്ടി, നീ പോയി കുറച്ച് കഴിഞ്ഞാലേ ഞാൻ ബാത്റൂമിൽ നിന്ന് തെന്നി വീണു. കാലിന് ചെറിയൊരു പൊട്ടലുണ്ട്. അയ്യോ, എന്നിട്ട് ആരാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? എൻ്റെ മോള് വന്നിരുന്നു. അവരുടെ സംസാരം കേട്ട് അങ്ങോട്ട് വന്നൊരു യുവതിയെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞതും രാധവരെ നോക്കിയത് പുഞ്ചിരിച്ചതും അവരും തിരിച്ച് അവൾക്കൊരു പുഞ്ചിരി നൽകി. ഞാൻ നാളെ പോകുമ്പോൾ അമ്മയെ കൂടെ കൊണ്ടുപോകും. ഈ അവസ്ഥയിൽ ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ. അവർ പറഞ്ഞത് കേട്ട് രാധ ഞെട്ടലോടെ ആന്റിയെ നോക്കി. മോള് പേടിക്കണ്ട, ഇവിടെ അടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീടുണ്ട്. അവിടെ അവളും അവളുടെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഞാൻ തിരിച്ചു വരുന്നവരെ മോൾക്ക് അവിടെ നിൽക്കാം. മോളുടെ അച്ഛനോടും അമ്മയോടും ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു. മോൾക്കിനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല ആന്റി. ആന്റിക്ക് വയ്യാത്തോണ്ടല്ലേ? എന്നാ പോയി ഫ്രഷായി വല്ലതും കഴിക്ക് കൂട്ടി. അവര് ചിരിയോടെ പറഞ്ഞതും രാധു തലയായിട്ട് റൂമിലേക്ക് നടന്നു. അവിടെ രാധു മാത്രമായിരുന്നു ഗസ്റ്റായിട്ട് താമസം ഉണ്ടായിരുന്നത്. പിറ്റേന്ന് ഒഴിവ് ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി രാധ എവിടുന്ന് ഇറങ്ങി. അതെ, ഇതാണോ റിട്ടയർഡ് ഗോപിപ്പിള്ളയുടെ വീട്? രാധ തന്റെ കയ്യിലുള്ള അഡ്രസ്സിലുള്ള വീടിന്റെ ഗേറ്റിന്റെ അടുത്തെത്തിയതും രാധ ആ സീറ്റോട്ടിലിരിക്കുന്ന മധ്യവയസ്കനെ നോക്കി വിളിച്ചു ചോദിച്ചു. അതെ, കുട്ടി ഏതാ? അയാൾ മുഖത്തുള്ള വട്ടക്കണ്ണട നേരെ വെച്ച് ബാഗ് നോക്കി നിൽക്കുന്ന രാധവിനെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ അനുരാധ, സൗദാമിനി പറഞ്ഞിട്ട് വന്നതാ. ഇപ്പൊ മനസ്സിലായി, കയറി വരൂ. അയാൾ പറയേണ്ട താമസം രാധു ബാഗും എടുത്ത് ഉള്ളിലേക്ക് നടന്നു. കുട്ടി ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇവിടെ കുറച്ച് ചിട്ടകളും നിയമങ്ങളൊക്കെ ഉണ്ട്. സൗദാമിനി പറഞ്ഞില്ലേ എല്ലാം? പറഞ്ഞു. എനിക്കൊന്നൊരു പ്രശ്നമില്ല. വൈകിട്ട് കൃത്യം 6 മണിയാകുമ്പോഴേക്കും ഇവിടെ കയറിയിരിക്കണം. അത് നിർബന്ധ. അത് മറക്കണ്ട. ഇവിടെ ആരെയും താമസിപ്പിക്കാറില്ല. പിന്നെ സൗദാമിനി പറഞ്ഞതുകൊണ്ടാണ്. ശോഭേ. രാധവനോടായി അതും പറഞ്ഞ അയാൾ അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചതും ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്തേട്ടാ? ഇത് സൗദാമിനി പറഞ്ഞിട്ട് വന്ന കുട്ടിയാ. നീ റൂം ഒന്ന് കാണിച്ചു കൊടുക്ക്. വാ മോളെ. രാധവനെ നോക്കി ചിരിയോടെ വിളിച്ച് അവർ ഉള്ളിലേക്ക് നടന്നതും ബാഗും വലിച്ച് രാധവരുടെ പിന്നാലെ പോയി. മുകളിലെ നിലയിലുള്ള റൂമായിരുന്നു അവർ രാധവന് കൊടുത്തത്. കുട്ടിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയാകുമോ? ഇല്ല ആന്റി. എന്നാ ഫ്രഷായി താഴേക്ക് വന്നോളൂ, കഴിക്കാൻ എടുക്കാം. അതും പറഞ്ഞവർ പോയതും റൂം ആകെ ഒന്ന് വീക്ഷിച്ചു. അത്യാവശ്യം വലിയ ബെഡും സ്റ്റഡി ടേബിളും അറ്റാച്ച്ഡ് ബാത്റൂമും അങ്ങനെ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഈ റൂമായിരുന്നു. രാധു പതിയെ പോയി ജനൽവാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയതും അപ്പുറത്തെ വീട്ടെ ബാൽക്കണിയിൽ നിൽക്കുന്ന ധ്യാനെ കണ്ട് അവളുടെ കണ്ണുകൾ പിടർന്നു. എന്റെ ദൈവമേ, നിനക്കിനോട് ഇത്രയും സ്നേഹോ? ഇതേതായാലും കൊള്ളാം. ധ്യാനെ കണ്ടതും രാധു മനസ്സിൽ പറഞ്ഞു. ഹോയ്. അവനെ കണ്ട സന്തോഷത്തിൽ രാധു ഉറക്കെ വിളിച്ചു. പരിചിതമായ ശബ്ദം കേട്ട് ധ്യാൻ ചുറ്റും നോക്കി. ഹോയ് മാഷേ, ഇവിടെ. അവന്റെ നോട്ടം കണ്ട് രാധു ജനൽവാതിലിനിടയിലൂടെ കൈവീശി വിളിച്ചു. ദൈവമേ, ഈ പണ്ടാറക്കാലി എന്താ ഇവിടെ? നാശം. ധ്യാൻ തന്നെ നോക്കി കൈവീശി കാണിക്കുന്ന രാധവനെ നോക്കി മനസ്സിൽ പറഞ്ഞ് പല്ല് കടിച്ച് അവിടുന്ന് ഉള്ളിലേക്ക് നടന്നു. ഡ്രസ്സെല്ലാം ഷെൽഫിലേക്ക് മടക്കി വെക്കുമ്പോഴാണ് ചുവന്ന പൊതി മിത്രയുടെ കണ്ണിലുടക്കിയത്. അവൾ ആ പൊതി എടുത്ത് തുറന്നു നോക്കി. അതിലുള്ള ചിലങ്ക കണ്ടതും അവൾ അതിലൂടെ വിരലൊടിച്ചു. തന്റെ വീടുകാരുടെ മുഖവും അവിടെ അവഗണനയും ഒക്കെ ഓർത്തതും അവളുടെ ഉള്ളം നീങ്ങി. ചെടുതിയെ. മിത്ര പഴയ ഓർമ്മയിൽ മുഴുകി നിൽക്കുമ്പോഴാണ് കുഞ്ഞൂട്ടൻ അവളെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് വന്നത്. കുഞ്ഞൂട്ടന്റെ വിളി കേട്ട് ബോധത്തിലേക്ക് വന്ന മിത്ര വേഗം അവനെ കാണാതെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റി. ചേട്ടത്തി ആരെ സ്വപ്നം കണ്ടിരിക്കുക? ഞാൻ എത്ര നേരമായി അവിടുന്ന് വിളിച്ചു പോവാൻ തുടങ്ങിയിട്ടെന്ന് അറിയോ? മിത്രയെ കൂർപ്പിച്ച് നോക്കി ഇടുപ്പിൽ കൈവച്ചുകൊണ്ട് കുഞ്ഞൂട്ടൻ പറഞ്ഞു. ഞാൻ എന്തോ ആലോചിച്ച് നിൽക്കായിരുന്നു, ശ്രദ്ധിച്ചില്ല. നീ എന്തിനാ വിളിച്ചേ? മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് മിത്ര അവനോട് ചോദിച്ചു. അതോ? അല്ല, ഇതെന്താ ചിലങ്കയോ? ചേട്ടത്തിക്ക് ഇത് എവിടുന്ന് കിട്ടിയേ? കുഞ്ഞൂട്ടൻ എന്തോ പറയാൻ വന്നപ്പോഴാണ് മിത്രയുടെ കയ്യിലെ ചിലങ്കയിൽ ദൃഷ്ടി പതിഞ്ഞത്. അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി കിലുക്കി നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അത് ഞാനിവിടെ വന്നതിന് ശേഷം അമ്പലത്തിൽ പോയപ്പോൾ ഏടത്തി അന്ന് തന്ന ബാഗിൽ എൻ്റെ സർട്ടിഫിക്കറ്റിനൊപ്പം ഉണ്ടായിരുന്നതാണ്.
അപ്പൊ എടുത്തേക്ക് ഡാൻസ് കളിക്കാനൊക്കെ അറിയോ? മിത്ര പറഞ്ഞത് കേട്ട് കുഞ്ഞുട്ടൻ അത്ഭുതത്തോടെ നോക്കി. എൻ്റെ അമ്മ നല്ലൊരു നർത്തകിയായിരുന്നു. പക്ഷേ അപ്പൊക്കെ അമ്മ കളിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹശേഷം അമ്മ എല്ലാം ഉപേക്ഷിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ അമ്മയായിരുന്നു നൃത്തം പഠിപ്പിച്ചു തന്നത്. മിത്രം മടക്കി വെച്ച ഡ്രസ്സെല്ലാം ഷെൽഫിൽ വെച്ചുകൊണ്ട് പറഞ്ഞതും കുഞ്ഞുട്ടൻ അവളുടെ കൈ പിടിച്ച് വലിച്ച് താഴേക്ക് ഓടി. കുഞ്ഞുട്ടാ, എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വിട്ടേ, ചേട്ടത്തി ഒരു ഡാൻസ് കളിച്ചിട്ട് പോയാൽ മതി. കുഞ്ഞുട്ടൻ അവളെയും പിടിച്ച് വലിച്ച് ഹാളിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ഹാളിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഐസക്കും ഡാനിയും കാര്യം അറിയാതെ അവരെ നോക്കി. കുഞ്ഞുട്ട, വേണ്ട, ഞാൻ പിന്നെ പറ്റത്തില്ല. മിത്ര പറഞ്ഞ് മുഴുവനാക്കും മുമ്പേ കുഞ്ഞുട്ടൻ ഉറപ്പോടെ പറഞ്ഞു. കുഞ്ഞുട്ടാ, മിത്ര ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു. എന്താടാ, എന്തിനാ കിടന്ന് ഒച്ച വെക്കുന്നത്? ഐസക് ഇരുവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചതും കുഞ്ഞുട്ടൻ കാര്യം പറഞ്ഞതും അവരും അവളെ കളിക്കാനായി നിർബന്ധിച്ചു. ഒടുക്കം അവരുടെ നിർബന്ധത്തിൽ അവൾ സമ്മതിച്ചതും ഡാനി ഫോണിൽ അലേപ്പാഴുതി എന്ന സോങ് പ്ലേ ചെയ്തതും മിത്ര ഒന്ന് നീട്ടി ശ്വാസം വലിച്ചുവിട്ട് പാട്ടിനൊത്ത് ചുവട് വെക്കാൻ തുടങ്ങി. ഓർമ്മകളുടെ കൂത്തിടുക്കിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പുറത്തു പോയ ഡേവിഡ് തിരിച്ചു വന്ന് സിറ്റൗട്ടിലേക്ക് കയറിയതും ഹാളിൽ നിന്നും വരുന്ന പാട്ടും ചിലങ്കയുടെ ശബ്ദവും കേട്ട് സംശയത്തോടെ ഉള്ളിലേക്ക് നടന്നതും ഉള്ളിലെ കാഴ്ചയിൽ അവന്റെ കണ്ണുകൾ വിടർന്നു. പാട്ട് കഴിഞ്ഞതും മിത്ര തളർച്ചയോടെ മുട്ടുകാലിൽ കൈകൾ ഊന്നി കുനിഞ്ഞു നിന്ന് കിതപ്പടക്കി. മാസങ്ങൾക്ക് ശേഷം കളിച്ചത് കൊണ്ട് തന്നെ അവൾ തളർന്നു പോയിരുന്നു. തന്നെ പൊക്കി പറയുന്ന ഐസക്കിനെയും കുഞ്ഞുണ്ണിയും ഡാനിയെയും നോക്കി കുഞ്ഞൊരു ചിരിയോടെ കാലിലെ ചിലങ്കൂരി മിത്ര നിവർന്നു നിന്നതും മെയിൻ ഡോറിന്റെ അടുത്ത് അവളെ നോക്കി കൈകൾ കെട്ടി നിൽക്കുന്ന ഡേവിഡിനെ കണ്ട് അവളുടെ മുഖം വിടർന്നു. അവളുടെ അതരങ്ങൾ അവനായി പുഞ്ചിരി പിരിഞ്ഞു. എന്നാൽ ഡേവിഡിന്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു. ഡേവിഡിന്റെ കണ്ണുകൾ അണിവിടെ മാറാതെ തന്നിലാണെന്ന് അറിഞ്ഞതും മിത്രയ്ക്ക് വല്ലാത്ത പരവേശം തോന്നി. ഒപ്പം അവളുടെ കവളുകൾ ചുവന്നു തുടുത്തതും അതെല്ലാവരിൽ നിന്നും മറക്കാനെന്നവണ്ണം വേഗം തിരിഞ്ഞ് റൂമിലേക്ക് പോയി. മിത്ര പോയപ്പോഴാണ് ശരിക്കും ഡേവിഡിന് ബോധം വന്നത്. ഇത്രയും നേരം അവളെ നോക്കി നിൽക്കുകയായിരുന്നു ആലോചിച്ചതും അവൻ സ്വയം പഠിച്ച് തലക്ക് കൊട്ടി ഹാളിലിരിക്കുന്ന ഐസകനും ഡാനിയനും കുഞ്ഞുട്ടിനും അരികിലേക്ക് നടന്നു. രാവിലെ പതിവ് പോലെ ഡേവിഡും മിത്രയെ കോളേജിന്റെ തൊട്ടുമാറിയുള്ള ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ട് ഡേവിഡും ഡാനിയും ആടിപ്പാടി പോയപ്പോഴാണ് മിത്ര തന്റെ മുന്നിലുള്ള അയ്യരെ ശ്രദ്ധിച്ചത്. ഫോൺ വിളിച്ച് നടക്കുന്ന അയ്യര് പെട്ടെന്നൊരു കാലിൽ തടഞ്ഞു വീഴാൻ പോയതും മിത്ര വേഗം അയാളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. മിത്രയെ കണ്ടതും അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഛീ, നാശം, കൈയെടുക്കടി ആസത്തെ! കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അയാൾ മിത്രയ്ക്ക് നേരെ അലറി. അപ്പാ, ഞാൻ നിന്റെ അപ്പയല്ല, എന്റെ മകള് മരിച്ചുപോയി. കണ്ടവരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്നവളൊന്നും എന്നെ അങ്ങനെ വിളിക്കരുത്. അയ്യര് ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ട് മിത്രയ്ക്ക് തന്റെ ഹൃദയം പിളരുന്നത് പോലെ തോന്നി. അപ്പാ, ഞാൻ മതി, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. മേലിനി എന്റെ മുന്നിൽ വന്നു പോകരുത്, കേട്ടോടി ആസത്തെ! കണ്ണു നിറച്ച് നിൽക്കുന്ന മിത്രയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞ അയാൾ പോയി കാറിൽ കയറി. അപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ദേവൻ അവൾ കണ്ടത്. ദേവന്റെ പുച്ഛത്തോടെയുള്ള നോട്ടം കണ്ട മിത്രം നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് തലതാഴ്ത്തി മുന്നോട്ട് നടന്നു. തന്നെ കൊഞ്ചിച്ചും ലാളിച്ചും കൈവള്ളിയിൽ കൊണ്ടു നടന്നിരുന്ന ഏട്ടന്മാരുടെയും അപ്പാവുടെയും അവഗണന അവൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. തന്നെ വെയിച്ച് നിൽക്കുന്ന രാധവിനെ കണ്ടതും മിത്ര അവൾ ഇറുകപ്പുറന്ന് പൊട്ടിക്കരഞ്ഞു. എത്രയൊക്കെ സന്തോഷത്തിൽ നടന്നാലും തന്റെ കുടുംബത്തിന്റെ അവഗണന അവൾക്കുള്ളിൽ നിന്നും ഒരു നോവായി നിറഞ്ഞു നിന്നിരുന്നു. മിത്രയുടെ കരച്ചിൽ ഒരുവിധം അടങ്ങിയതും രാധ അവൾ ആശ്വസിപ്പിച്ച് മുഖം തുടച്ചു കൊടുത്ത് ക്ലാസ്സിലേക്ക് പോയി. കോളേജ് കഴിഞ്ഞ് വൈകിട്ട് ഡേവിഡിന്റെ കൂടെ ക്ലാസ് കഴിഞ്ഞ് വരികയായിരുന്നു മിത്ര. ഡാനിക്ക് ഫുട്ബോൾ പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് അവൻ വന്നില്ലായിരുന്നു. കുഞ്ഞുട്ടിന് സ്കൂളിൽ ആർട്സ് ആയതുകൊണ്ട് അവൻ നേരത്തെ തിരിച്ചു പോന്നിരുന്നു. അവരുടെ കാർ ആളൊഴിഞ്ഞ് വിജനമായ പ്രദേശത്തെപ്പോഴാണ് കാറിന് കുറുകിയായി ഒരു ബ്ലാക്ക് സ്കോർപിയോ വന്നു നിന്നത്. സർ, വേണ്ട, നമുക്ക് തിരിച്ചു പോകാം. ആ സ്കോർപിയോയിൽ നിന്നും ഇറങ്ങുന്ന വ്യാസനെയും ഗുണ്ടകളെയും കണ്ട് കാറിൽ നിന്നും ഇറങ്ങാൻ വന്ന ഡേവിഡിന്റെ കയ്യിൽ പിടിച്ച് പേടിയോടെ മിത്ര പറഞ്ഞു. വിട് ദേവാ, നീ പുറത്തിറങ്ങരുത്. അവളുടെ കൈ അയച്ച അത്രമാത്രം പറഞ്ഞ് ഡേവിഡ് പുറത്തേക്ക് ഇറങ്ങി. അതെ, ഈ വണ്ടി വഴിയിൽ നിന്ന് എടുത്ത് മാറ്റണം. ഡേവിഡ് ബോണറ്റിൽ കയറി ഇന്ന് സിഗരറ്റ് വലിക്കുന്ന വ്യാസനോടായി പറഞ്ഞു. അങ്ങനെ പോകാനല്ല ഞങ്ങൾ വന്നത്, മനസ്സിലായില്ല? മനസ്സിലാക്കി തരാടാ, അടിച്ച് കൊല്ലടാ ഈ നായിന്റെ മോനെ. വ്യാസ കൂടെയുള്ള ഗുണ്ടകളോട് അലറിയതും അവർ ഡേവിഡ് നേരെ പാഞ്ഞെടുത്തതും മിത്ര പേടിയോടെ നാമം ജപിച്ച് കണ്ണുകൾ അടച്ചിരുന്നു. തൻ്റെ അടുത്തേക്ക് വന്നവർ ഡേവിഡ് ഒരുവിധം നേരിട്ട് എല്ലാത്തിനെയും അടിച്ചു നിലത്തിട്ട് കുറച്ചടി ഡേവിഡിനും കിട്ടിയിരുന്നു. ഡേവിഡിന്റെ നെറ്റി മുറിഞ്ഞത് കണ്ട് മിത്ര വേഗം കാറിൽ നിന്നിറങ്ങി അവൻ കരികിലേക്ക് നടന്നു. ഇതെല്ലാം കണ്ട് വ്യാസദേശത്തിൽ വണ്ടിയിൽ നിന്നും ഒരു ഇരുമ്പ് വടി എടുത്ത് നിലത്ത് കിടക്കുന്നവരെ ചവിട്ടിക്കൂട്ടുന്ന ഡേവിഡിന്റെ അരികിലേക്ക് നടന്നു. ഇച്ചായ!
ഡേവിഡിനെ പിന്നിലൂടെ വന്ന് അടിക്കാൻ നിൽക്കുന്ന വ്യാസിനെ കണ്ടതും മിത്ര ഉറക്കെ ഡേവിഡിനെ വിളിച്ചു. മിത്രയുടെ വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ ഡേവിഡിന് നേരെ വ്യാസ് ഇരുമ്പ് കൊണ്ട് അടിക്കാൻ നിന്നതും ഡേവിഡ് അടിയിൽ നിന്നും ഒഴിഞ്ഞു മാറി വ്യാസിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. തറയിൽ വീണ് കിടക്കുന്ന വ്യാസിന്റെ കയ്യിൽ നിന്നും പോയ ഇരുമ്പ് വണ്ടി എടുത്ത് വ്യാസിനെ തലങ്കം വിലങ്കം തല്ലാൻ തുടങ്ങിയതും വ്യാസ് വേദന കൊണ്ട് നിലത്ത് കിടന്ന് പിടഞ്ഞു. ചോരയൊലിച്ച് കിടക്കുന്ന വ്യാസിനെ കണ്ട് ഇനിയും തല്ലിയാൽ അവൻ ചത്തുപോകുന്നു തോന്നിയതും മിത്ര ഓടിപ്പോയി ഡേവിഡിനെ കെട്ടിപ്പിടിച്ചു. അപ്പോഴും പേടി കൊണ്ട് അവളുടെ ദേഹം വിറക്കുന്നുണ്ടായിരുന്നു. വേണ്ട ചായ, ഇനിയൊന്നും ചെയ്യണ്ട, നമുക്ക് പോവാം. മിത്ര പേടിച്ച് ഡേവിഡിന് ഇറുകപ്പെടുന്ന ആ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് മിത്ര വന്ന് കെട്ടിപ്പിടിച്ചതും ഡേവിഡ് ഒന്ന് പിന്നിലേക്ക് ആഞ്ഞു പോയെങ്കിലും ബാലൻസ് ചെയ്ത് നിന്ന് കയ്യിൽ ഇരുമ്പ് വടി കളഞ്ഞ് അവളെയും ചേർത്ത് പിടിച്ചു. വേദന കൊണ്ട് തറയിൽ കിടന്ന് പൊളിയുന്ന വ്യാസത കണ്ടതും ദേഷ്യം സഹിക്കാൻ വയ്യാതെ കണ്ണുകൾ ഇറുകിയടിച്ചു.